വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് ആവേശം പോളിംഗ് ബൂത്തിലേക്ക്. ജനം വിധി എഴുതി തുടങ്ങാൻ ഇനി 1 മണിക്കൂർ മാത്രമാണുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട്ടിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ചേലക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും ന്യൂസ് മലയാളം ടീം സജ്ജമാണ്. പ്രേക്ഷകരിലേക്ക് വോട്ടെടുപ്പ് ദിവസത്തെ വാർത്തകൾ ഇടമുറിയാതെ ഞങ്ങൾ എത്തിക്കും. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നേയുള്ള വിവരങ്ങൾ നൽകാൻ ഇതാണ് ആ ടീം. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ ഉണ്ട്, ലിനറ്റ് വർഗീസ് ഉണ്ട്, ആഷിഖ് റഹ്മാൻ, ശാന്തകുമാർ, ചേലക്കരയിൽ നിന്ന് ബിനിൽ ലീല സാബു, ആസിഫ് മുഹമ്മദ്, ലെവിൻ കെ വിജയൻ, ലക്ഷ്മി പത്മ എന്നിവരാണ് ഈ ടീമിലുള്ളത്. ആദ്യം ചേലക്കരയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുകയാണ്. ആസിഫ്, എന്താണെങ്കിലും 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വലിയൊരു പോരാട്ട മുഖത്തെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അഭിമുഖീകരിക്കുന്നത്. ചേലക്കര എന്താണെങ്കിലും ഇടത് കോട്ടയായി നിന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഇപ്പോൾ വലിയൊരു പോരാട്ടമാണ് രമ്യ ഹരിദാസ് പങ്കുവയ്ക്കുന്നത്. ഈ അവസരത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള പോരാട്ടം നൽകുന്ന ചേലക്കരയിലെ മുന്നണികളുടെ ഒരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ ആസിഫ്, നിൽക്കുന്നയിടത്തുനിന്ന് ഇനി അല്പസമയം കൂടി മാത്രമാണ് പോളിംഗ് ആരംഭിക്കാനുള്ളത്. അവിടുത്തെ ഒരു പുതിയ വിവരങ്ങൾ കൂടി. തീർച്ചയായും വളരെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ, 1 മാസം നീണ്ട പ്രചാരണത്തിനൊടുവിൽ ചേലക്കര ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. പോളിംഗ് ബൂത്തിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ട് ഇരിക്കുന്നു. മോക്ക് പോളിംഗ് അടക്കമുള്ള അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ഏറ്റവും സുഗമമായി വോട്ടിംഗ് നടത്താൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചേലക്കരയിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. 3 മുന്നണികളെ സംബന്ധിച്ചോളം അവർ ഇത്ര ശക്തമായ ഒരു പ്രചാരണം ചേലക്കരയിൽ അടുത്ത കാലത്തെങ്ങും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതീക്ഷകൾ 3 മുന്നണികളും വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. കണക്കെടുപ്പുകൾ നടത്തി അവർക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി അത്തരത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ളൊരു പ്രചാരണം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയെ സംബന്ധിച്ചോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. LDF-നെ സംബന്ധിച്ചോളം അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. 28 വർഷമായി നിലനിർത്തുന്ന മണ്ഡലമാണ്. കെ രാധാകൃഷ്ണനും UR പ്രദീപും ഈ ഒരു മണ്ഡലത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 28 വർഷമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് എന്നുള്ള കണക്കുകൾ തന്നെയാണ് LDF ഉള്ളത്. LDF-നെ സംബന്ധിച്ചോളം മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകൾ ഇപ്പോഴും ഭരിക്കുന്നത് LDF ആണ്. 3 പഞ്ചായത്തുകളാണ് UDF-ന്റെ കൈവശമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും മുഴുവൻ ഡിവിഷനുകളും ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ മുഴുവൻ ഡിവിഷനുകളും LDF ആണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം അത് വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി LDF-നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ചേലക്കര മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ LDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കെ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തുന്ന ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്, തൊണ്ണൂർക്കര AUPS സ്കൂളിൽ. അങ്ങനെ അതോടൊപ്പം തന്നെ UDF-ന്റെ ക്യാമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDF-ഉം ഈ ഒരു ഇലക്ഷനെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ തന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് UDF-നെ സംബന്ധിച്ചോളം അവർ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവർ വലിയ ആശ്വാസത്തിനും വലിയ പ്രതീക്ഷയിലുമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടി വരും. രമ്യ ഹരിദാസിനെ സംബന്ധിച്ചോളം രമ്യ ഹരിദാസ് എത്തി പ്രചാരണം ആരംഭിച്ച് 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്താനും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനും കഴിഞ്ഞു. അതോടുകൂടി തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയിലാണ്. മൊത്തം 6 സ്ഥാനാർത്ഥികളാണ് ഈ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. UR പ്രദീപ്, കെ ബാലകൃഷ്ണൻ, രമ്യ ഹരിദാസ്, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ലിൻഡേഷ്, അതുപോലെ തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായ സുധീർ NK, അതുപോലെ തന്നെ ഹരിദാസൻ എന്നുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഈ മണ്ഡലത്തിൽ മത്സര രംഗത്ത് ഉള്ളത്. BJP-യും വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമായി ഇപ്പോൾ ചേലക്കര മാറിയിട്ടുണ്ട്. കാരണം അവർ കണക്ക് കൂട്ടുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അവർ ഒരു 32,000-ഓളം വോട്ടുകൾ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചേർത്ത വോട്ടുകൾ അത് ഏകദേശം
ഏകദേശം ഒരു 6000-ഓളം വോട്ടുകൾ അവർ ചേർത്തിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 40,000-നും മുകളിൽ വോട്ട് എങ്കിലും നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് BJPയുടെ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ ടീമിനെ തന്നെ ഇറക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള പ്രത്യേകതയും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുണ്ട്. തിരുവില്ലാമലയിൽ ജനകീയനായ ഒരാളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് കെ ബാലകൃഷ്ണനെ രംഗത്തിറക്കിക്കൊണ്ടാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നുള്ള പ്രത്യേകതയുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും അനുകൂലമായി നിൽക്കുന്ന തിരഞ്ഞെടുപ്പായി തന്നെയാണ് BJPയും ചേലക്കരയെ കാണുന്നത്. എന്തായാലും ആ ഒരു അനുകൂല ഘടകങ്ങളെല്ലാം നിലനിൽക്കെ ശക്തമായ രീതിയിലുള്ള പ്രചാരണം ഈ ഒരു ചേലക്കര മണ്ഡലത്തിൽ നടന്നു. എല്ലാ വിഷയങ്ങളും പ്രാദേശികമായ വിഷയങ്ങളടക്കം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ വികസന വിഷയങ്ങളും മറ്റ് എല്ലാ വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു സമയം ഈ ചേലക്കരയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണ്ണയിക്കുന്ന കുറേ ഘടകങ്ങൾ കൂടി ചേലക്കരയിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. PV അൻവർ MLA-യുടെ നേതൃത്വത്തിലുള്ള DMK അവരുടെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളടക്കം നിർണായകമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എത്രത്തോളം വോട്ട് പിടിക്കുമെന്നനുസരിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുകയും ചെയ്യും. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങളടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം കൂടുതൽ നിയോഗിച്ചു. 14 പ്രശ്നബാധിത ബൂത്തുകൾ മാത്രമാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. അവിടെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം നിയമിച്ചുകൊണ്ടുള്ള ഒരു നടപടികളുമെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഇന്നലെ എല്ലാ ബൂത്തുകളും അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നലെ തന്നെ ഈ ചേലക്കരയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ക്വാഡിൻ്റെ പരിശോധനയുണ്ടായിരുന്നു. പണമോ മറ്റോ എത്തിക്കുന്നുണ്ടോ എന്ന് കണക്കാക്കാനും മറ്റും. അതിനിടയിലാണ് ഇന്നലെ ചേലക്കരയിൽ നിന്ന് തന്നെ ഏകദേശം 20 ലക്ഷത്തോളം രൂപ പിടിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടും അവസാന ഘട്ടത്തിൽ ചില വിവാദങ്ങളും മറ്റും ഉടലെടുത്തിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിടിച്ചെടുത്ത പണത്തിന് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം 3 രാഷ്ട്രീയ കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ചേലക്കര ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ചേലക്കരയിലെ ജനങ്ങൾ എത്തുകയാണ്. അതിന് ആവശ്യമായുള്ള മോക്ക് പോളിംഗും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി. വോട്ടിംഗ് മെഷീനുകളെല്ലാം പ്രവർത്തന സജ്ജമാണ്. അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ ചേലക്കര മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ചില പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷാ വിഭാഗങ്ങളെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ചെറുതുരുത്തി മേഖലയിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ആ മേഖലയിലടക്കമാണ് കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. മറ്റൊരു കാര്യം 2 സ്ഥാനാർത്ഥികളാണ് 3 മുന്നണികളിൽ 2 സ്ഥാനാർത്ഥികൾക്കാണ് ഇവിടെ വോട്ടുള്ളത്. അത് LDF സ്ഥാനാർത്ഥി UR പ്രദീപിനും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനുമാണ് മണ്ഡലത്തിൽ വോട്ടുള്ളത്. രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. രമ്യ ഹരിദാസ് ഏതായാലും ബൂത്ത് സന്ദർശനവും മറ്റ് കാര്യങ്ങളുമായി അല്പസമയത്തിനകം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതായാലും മോക്ക് പോളിംഗ് അടക്കം പൂർത്തിയാക്കി സജ്ജീകരണങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ്. അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. ബൂത്ത് ഏജന്റുമാരടക്കം ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളുമായി ചേലക്കര അല്പസമയത്തിനകം തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് പോളിംഗ് വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലടക്കമുണ്ട്. കാരണം ഇത്രത്തോളം സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന ചേലക്കര ആയതുകൊണ്ട് തന്നെ ചേലക്കരയിൽ